എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ജബരാജിൻ്റെ വിഷയമാണ്. നിങ്ങൾ വായിച്ചു കാണും, പോക്സോ കേസിൽ പാസ്റ്റർ ജോൺ ജബരാജ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കുന്നിപ്പോൾ കമൻറ്റ് ബോക്സ് വന്നിട്ട് ഞാൻ പുള്ളിക്കാരനെ വെള്ള പൂശുന്നു, പുള്ളി തെറ്റുകാരനാണ്, പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്നൊക്കെ ഒത്തിരി കമൻറ്റ് ബോക്സ് വരും, എനിക്കറിയാം. എന്നാൽ കമൻറ്റ് ബോക്സ് ഇടുന്നത് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇരയോട് നിൽക്കുന്നില്ല, പ്രതിയോടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് എനിക്ക് നെഗറ്റീവായിട്ട് വരുമായിരിക്കാം. എന്നാൽ ശ്രദ്ധിക്കൂ, ഞാനും ഈ ജബരാജുമായിട്ട് ഒത്തിരി ഉപദേശപ്രകാരം ഞാൻ പുള്ളി അനുകൂലിക്കുന്നില്ല. ബൈബിൾ അടിസ്ഥാനത്തിൽ ഉപദേശപ്രകാരം ഞാനും ഈ കത്തുദാസൻ അല്ലെങ്കിൽ ഈ ജബരാജും ഒത്തിരി അന്തരംഗമാണ്, വ്യത്യാസത്തിൽ അകലെ നിൽക്കുന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ജബരാജിൻ്റെ വിഷയം കുടുംബത്തിനകത്ത് പ്രശ്നമുള്ള യാഥാർത്ഥ്യമാണ്. ഒരു 3 മാസം മുമ്പ് പുള്ളിക്കാരൻ്റെ കുടുംബ വിഷയം ബന്ധപ്പെട്ട് യൂട്യൂബ് ചാനലുകളിൽ ഒത്തിരി ബ്ലോഗർമാർ ഈ വിഷയം എടുത്തിട്ട് പുള്ളി അലക്കുകയാണ്. ഫാമിലി വിഷയമാണ്. ഇപ്പോൾ ഉണ്ടായ വിഷയമല്ല, ഫാമിലി വിഷയം 3 മാസം മുമ്പ് എടുത്തിട്ട് നന്നായി അലക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഒറ്റ വീഡിയോയിലും നിജസ്ഥിതിയില്ലാത്ത എൻ്റെ മനസ്സിലുണ്ടാകുക അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും യാഥാർത്ഥ്യം എന്തെന്ന് തിരയുകയും എന്തെങ്കിലും അതിനകത്ത് സത്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു 3 മാസം ഫാമിലിയിൽ ഒരു കുടുംബ പ്രശ്നം ഈ ജബരാജിൻ്റെ കുടുംബത്തിനകത്ത് ഉണ്ടായിരുന്നു. ഇനി ഇപ്പോൾ ഉണ്ടായ പോക്സോ കേസ് വിഷയം, ഇത് 2024 ഈ വിഷയം നടക്കുന്നത്. ഇപ്പോൾ 2025 4-ാമത്തെ മാസമായി. ഇത്രയും കാലം ഈ വിഷയം ഹൈഡ് ചെയ്യപ്പെട്ട വിഷയമായിരുന്നു. ഇപ്പോഴാണ് അത് പുറത്തു വന്നത്. ശ്രദ്ധിച്ചു, ജബരാജ് ഒരു വോയിസ് ക്ലിപ്പ് ഇത്ര വിശ്വാസികൾക്ക് എന്ന് പറഞ്ഞ് പുറത്തുവിട്ടിട്ടുണ്ട്. കേട്ടോണ്ടോന്നെ ഞാൻ ആ വോയിസ് ക്ലിപ്പ് അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. ഇനി അത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ ജബരാജ് പറയുന്ന വിഷയമാണ്, ഈ സംഭവം നടക്കുന്നത് ശ്രദ്ധിക്കണം, 2024 അതിനുശേഷം കുടുംബജീവിതം സെറ്റപ്പ് പോകുന്നുണ്ട്. ഒരു 3 മാസം മുമ്പാണ് കുടുംബജീവിതത്തിനകത്ത് ചില പാളിച്ചകൾ ഈ ജബരാജിൻ്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്. ശ്രദ്ധിക്കണം, അന്നതാണ് സംഭവം. ഇതുവരെ ഹൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. കുടുംബത്തെ പ്രശ്നമുണ്ടായപ്പോൾ പുള്ളി പറയുന്ന വാട്സ് എങ്ങനെയാണ്, തൻ്റെ ഡ്രൈവറും അസിസ്റ്റൻ്റ് പാസ്റ്റേഴ്സുമാണ്, അവർ ആണ് ഈ വിഷയം, പിന്നെ കുടുംബത്തിലെ വൈഫും കൂടെ ചേർന്നാണ് ഈ വിഷയം പുറത്താക്കപ്പെട്ടു എന്ന് ജബരാജ് വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കണം, ഈ സംഭവം നടക്കുന്നത് 24 അന്ന് ഒരു ബർത്ത്ഡേ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈ പെൺകൊച്ചെന്ന് പറയുന്നത് ജബരാജിൻ്റെ ഭാര്യയുടെ അപ്പൻ എടുത്തു വളർത്തപ്പെടുന്ന ഒരു കുഞ്ഞാണ്. മറ്റേ കുഞ്ഞ് അയൽവാസിയായ അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കൂട്ടുകാരിയായ കൊച്ചാണ്. അപ്പോൾ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്ന സമയത്താണ് ഈ കൊച്ചിനെ ദേഹോദ്രവം എന്ന് പറയുന്നത്, നിയമം പറയുന്നത് ഈ കൊച്ചിനെ ഒരു ഉമ്മ കൊടുത്തു എന്നുള്ളതാണ് വസ്തുത. ശ്രദ്ധിക്കണമേ, ഈ കൊച്ചിന് ഉമ്മ കൊടുക്കുന്നത് ഒളിഞ്ഞു നിന്നെടുത്ത വീഡിയോ എടുത്ത ഡ്രൈവറിൻ്റെ ഭയങ്കര വീക്ഷണമുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. താനിപ്പോൾ ഉമ്മ കൊടുക്കാൻ വരുന്നുവെന്നും അപ്പോൾ ഫോട്ടോ റെഡിയാക്കി വയ്ക്കണമെന്നും വീഡിയോ റെഡിയാക്കി വയ്ക്കണമെന്നും അതന്നെ തിരിച്ചെടുക്കണമെന്നും കാത്തിരുന്ന് എടുത്ത ആ ഡ്രൈവറിൻ്റെ ഒരു വീക്ഷണമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മുൻവീക്ഷണം, അത് ഭയങ്കരമാണ്. അപ്പോൾ ഡ്രൈവറാണ് ഈ വീഡിയോ പുറത്ത് കാക്കപ്പെട്ടത്. പിന്നെ ഈ കൊച്ചിന് ഒരു ഉമ്മം കൊടുക്കുന്നെങ്കിൽ ഭാര്യയുടെ അച്ഛൻ വളർത്തുന്ന ഈ കുഞ്ഞിനെ ഈ ബർത്ത്ഡേ പാർട്ടിക്ക് ചുമ്മം കൊടുത്തു എന്നാണ് വിഷയം. വേറെ വിഷയമൊന്നുമില്ല. ഇനി ഒരു നോർമൽ കോമൺ സെൻസ് ചിന്തിച്ചാൽ പബ്ലിക്കിലാണ് ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയിൽ വെച്ചിട്ടാണ് കേസ്. അങ്ങനെയാണ് ഈ ഡ്രൈവർ പറയുന്നത്, എങ്ങനെയാണ് തൻ്റെ അസിസ്റ്റൻ്റ് പാസ്റ്റേഴ്സും പറയുന്നത് എങ്ങനെയാണ്, ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയിൽ ഈ കുഞ്ഞിന് എന്ത് ചെയ്തു, ഇവൻ അല്ലെങ്കിൽ കത്തുദാസൻ ഈ ജബരാജ് ഉമ്മം വച്ചു. കോമൺ സെൻസ് ഇല്ലേ ഈ പാസ്റ്റർ? ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ ഈ പെൺകൊച്ചിനെ ഇമ്മോറൽ ആക്റ്റീവായി പ്രവർത്തിക്കുവാൻ കോമൺ സെൻസ് ഇല്ലേ? ചിന്തിച്ചൂടെ? അപ്പോൾ അതിനകത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇനി ഫാമിലി പ്രശ്നം പുള്ളിക്കെതിരെ ഉയർന്നു വന്നപ്പോൾ
അതിനകത്ത് ഞാൻ പറഞ്ഞ 3 മാസം മുമ്പ് ഈ പ്രശ്നം ഭയങ്കരമായി കുടുംബം തലയടിക്കുന്നുണ്ട്. സഭ പൂട്ടിപ്പെട്ടു എന്നും സഭ പൂട്ടിയിട്ടു എന്നും വിശ്വാസികൾ ചിന്നാഭിന്നപ്പെട്ടു എന്നും 3 മാസം, നിങ്ങളിപ്പോൾ അറിയണമെങ്കിൽ തമിഴ്നാട്ടിലെ യൂട്യൂബ് ചാനലുകൾ നോക്കിയാൽ അന്ന് ആ വാർത്തകൾ 3 മാസം മുമ്പുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, അന്ന് സഭ അടച്ചിട്ടു എന്നും വിശ്വാസികൾ ചിതറപ്പെട്ടു എന്നും പറഞ്ഞ് ഒരു വാർത്ത അന്നുണ്ടായിരുന്നു. അവിടെ ഒരു വിജയം സത്യത്തിൽ ഇവർക്ക് കാണാൻ പറ്റിയില്ല. അന്ന് വന്നത് വേറൊരു ഫാമിലിയും ഒരു പെൺകൊച്ചുമായി ബന്ധപ്പെട്ടാണ്, ഫാമിലി വിഷയം എന്ന് പറഞ്ഞാണ് പുറത്താക്കപ്പെട്ടത്. അവിടെ സക്സസ് ആകുവാൻ കഴിയാതെ വന്നപ്പോൾ അന്ന് മുൻ വീക്ഷണത്താൽ ഇപ്പോൾ ജബരാജ് ഈ കുഞ്ഞിനെ ഉമ്മയ്ക്കാൻ വരുമെന്നും ഉപദ്രവിക്കാൻ വരുമെന്നും കണ്ടിട്ട് വീഡിയോ റെഡിയാക്കി കാത്തിരുന്ന ഈ ഡ്രൈവറുടെ ഒരു അപാര ബുദ്ധി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് പിടിച്ചാണ് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നിരപരാധിയാണ് എന്നാണ് എൻ്റെ ചിന്ത. ഈ കുഞ്ഞുങ്ങളെ കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ പോക്സോ കേസിന് കൊടുത്തിരിക്കുന്നത്. കുടുംബജീവിതം 3 മാസം മുമ്പാണ് 2024 പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം ഇതുവരെ ഹൈഡ് ചെയ്ത് ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുക. മനസ്സിലാക്കുക, ഞാൻ പറയാം, നിങ്ങൾ ഉപദേശപ്രകാരം പുള്ളി എതിർത്തോളൂ, പുള്ളിയുടെ ആരാധനശൈലി എതിർത്തോളൂ. ഞാൻ ഉപദേശം അംഗീകരിക്കുന്നില്ല, പുള്ളിയുടെ ആരാധനശൈലി അംഗീകരിക്കുന്നില്ല. പക്ഷേ പുള്ളിയെ നാം കുറ്റം പറയുമ്പോൾ, സത്യം മനസ്സിലാക്കിയിട്ട് തന്നെ പറയുന്നത്, കുറ്റം പറയുമ്പോൾ ഈ കേസ് ട്രാപ്പാണെന്നും ഇത് പുള്ളിയെ ഒതുക്കുവാൻ ചെയ്തതാണെന്നും പുള്ളിയെ കേസിനകത്ത് കുടുക്കപ്പെടുവാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, 1000 കുറ്റം ചെയ്താലും ഒരു നിരപരാധി എന്ത് ചെയ്യരുത്, ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നാം യൂട്യൂബുകളിലും ഫേസ്ബുക്കിലൊക്കെയും വാർത്തയിടുമ്പോൾ, ചാനലിലൊക്കെയും ഇറങ്ങിത്തിരിക്കുമ്പോൾ, ITV ചാനലൊക്കെ എടുത്തിട്ട് അലക്കുന്ന കണ്ടു ഈ ജബരാജിനെ. ഞാൻ പറയുന്നു, നിങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഉപദേശപ്രകാരം ഞാൻ പറയുന്നു, ഞങ്ങളൊക്കെയും ഒത്തിരി അന്തരംഗമാണ്. പക്ഷേ പുള്ളിയുടെ ഈ വിഷയം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാലം റിമാൻഡിലാണ്. ഞാൻ അതിനെപ്പറ്റി നിജസ്ഥിതി അറിഞ്ഞിടത്തോളം സമയം ഇതിനകത്ത് അസത്യമുണ്ടെന്നും അത് ട്രാപ്പാണെന്നും തന്നെ കുടുക്കുവാൻ അവർ ചെയ്ത പദ്ധതി വിജയിക്കാതെ വന്നപ്പോൾ ഇവർ കുടുക്കുവാൻ ശ്രമിച്ച പദ്ധതിയാണെന്നുമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കോമൺ സെൻസ് പറയാം, ഇത്രയും ബർത്ത്ഡേ പാർട്ടിക്ക് ഇത്രയും പ്രഗത്ഭരായി നിൽക്കുന്ന ഒരു മനുഷ്യൻ 2 കുഞ്ഞുങ്ങളെ, എന്നും കാണുന്ന 2 കുഞ്ഞുങ്ങളെ വന്ന് ഉപദ്രവിക്കുമെന്ന് പറയുന്നതിൽ എന്തോ ഒരു വല്ലാത്ത പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കാനുണ്ട്. പ്രാർത്ഥിക്കുക. ഇനി എനിക്കത് വരാൻ നിൽക്കേണ്ട പുള്ളി വെള്ളാപൂശെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഉപദേശപ്രകാരമൊക്കെ പ്രശ്നമാണ്. പക്ഷെ എന്നാലും പുള്ളിയുടെ തെറ്റ് ചെയ്യാത്ത മനുഷ്യനെ കുറ്റപ്പെടുത്തുമ്പോൾ അതിനകത്തൊരു ബുദ്ധിമുട്ടും വിഷമവുമുണ്ട്. ഓക്കെ, എന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുക, സത്യം പുറത്തു വരട്ടെ. താൻ പുറത്തിറങ്ങുമ്പോൾ ഉപദേശപ്രകാരം തെറ്റ് മനസ്സിലാക്കി, ഈ പോക്സോ കേസിൻ്റെ അല്ല, ബൈബിൾ അടിസ്ഥാനത്തിലുള്ള തെറ്റ് മനസ്സിലാക്കി നന്നായി ശുശ്രൂഷ കൃപ കൊടുക്കേണ്ടതിന് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. ആമേൻ.